കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന LP ഇൻ്റർവ്യൂവിൽ ചോദിച്ച് കണ്ട കുറച്ച് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണിത്. തീർച്ചയായും ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടു കാണും എന്ന് തന്നെ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും PSC ലൈഫ് ടോക്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഓൾറെഡി അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ നിന്ന് വ്യത്യസ്തമായി കൂട്ടുകാർ പറഞ്ഞ് അവരുടെ അനുഭവങ്ങളിൽ നിന്നും ലഭിച്ച കുറച്ച് ചോദ്യങ്ങളും അവരുടെ ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യത്തെ ചോദ്യം സയൻറ്റിഫിക് ടെമ്പറിനെ പറ്റിയിട്ടാണ്. എന്താണ് സയൻറ്റിഫിക് ടെമ്പർ എന്ന് അതിനെ മറികടക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ക്ലാസ് റൂമിൽ പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. ഇതിൽ സയൻറ്റിഫിക് ടെമ്പർ എന്ന വേർഡിനെ പറ്റി അറിയാതെ നമുക്കതിനെപ്പറ്റി കൂടുതൽ വിശദീകരണം നൽകാൻ സാധിക്കുകയില്ല. എന്താണ് സയൻറ്റിഫിക് ടെമ്പർ? കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിലാണ് സയൻറ്റിഫിക് ടെമ്പറിനെ പറ്റി ആസ് എ ടീച്ചർ നമ്മൾ കാണുന്നത്. അതിൽ പറയുന്നു, മനുഷ്യൻ്റെ സ്വതന്ത്ര അന്വേഷണത്തിൻ്റെയും സത്യാന്വേഷണത്തിൻ്റെയും അവൻ്റെ സാമൂഹിക പ്രതിബദ്ധതയെയും ശാസ്ത്രം ശക്തിപ്പെടുത്തുന്നു. ശാസ്ത്രം സത്യത്തോടുള്ള സ്നേഹം കെട്ടിപ്പടുക്കുന്നു. സയൻറ്റിഫിക് ടെമ്പർ എന്നതിനെ പറ്റി കോത്താരി കമ്മീഷൻ പറഞ്ഞിട്ടുള്ള ഒരു വാചകമാണിത്. നമുക്ക് എന്താണ് സയൻറ്റിഫിക് ടെമ്പർ എന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമ്മുടെ ഫസ്റ്റത്തെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് സയൻറ്റിഫിക് ടെമ്പർ എന്ന വേർഡ് ലോകത്തിന് സംഭാവന ചെയ്തത്. 1946 അദ്ദേഹം എഴുതിയ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിലാണ് സയൻറ്റിഫിക് ടെമ്പർ എന്ന പദം, അതിനെപ്പറ്റി ഒരു മെൻഷൻ വന്നിട്ടുള്ളത്. ദൈനംദിന ജീവിത പ്രശ്നങ്ങളിലും വികസന പ്രശ്നങ്ങളിലും മുൻവിധികളില്ലാതെ തുറന്ന മനസ്സോടെ യുക്തിപൂർവ്വം വിവേകത്തോടെ സമീപിക്കാനുള്ള ഒരു മനസ്ഥിതിയാണ് സയൻറ്റിഫിക് ടെമ്പർ. അതായത് മുൻവിധികളില്ലാതെ പ്രവർത്തിക്കാനുള്ള, അതായത് അന്ധവിശ്വാസങ്ങളോ അവിശ്വാസങ്ങളോ ഇല്ലാത്ത ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്നൊരു ആശയവും മുന്നോട്ട് വെച്ചുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ച ആശയമാണ് സയൻറ്റിഫിക് ടെമ്പർ എന്നത്. ശാസ്ത്രീയമായ അറിവും രീതിയും അറിയുകയും അതിനെ പ്രയോഗിക്കുകയും ചെയ്യുക, അതിലൂടെ സൂക്ഷ്മ അന്വേഷണം നടത്തുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ മുന്നിലേക്ക് വരുന്ന എന്തിനേയും വസ്തുനിഷ്ഠമായി എല്ലാ പ്രശ്നങ്ങളെയും സമീപിക്കുകയും അതിനനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്യാനുള്ള ഒരു വ്യക്തിയുടെ കഴിവ്, അത്തരത്തിലൊരു കഴിവിനെ വളർത്തിയെടുക്കുക എന്നതാണ് സയൻറ്റിഫിക് ടെമ്പർ കൊണ്ട് ജവഹർലാൽ നെഹ്റു ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഓരോ വ്യക്തിയും സാമൂഹിക പുരോഗതിയിൽ പങ്കാളികളാകുക എന്നൊരു ഉദ്യമം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സയൻറ്റിഫിക് ടെമ്പറിനെ കുറിച്ച് കൂടുതൽ വിശദമായിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു മൈൻഡ് സെറ്റാണ്, അല്ലെങ്കിൽ ഇതൊരു ആറ്റിറ്റ്യൂഡാണ്. നമ്മൾ ഓൾറെഡി മുൻപ് പറഞ്ഞതുപോലെ ശാസ്ത്രീയമായിട്ടുള്ളൊരു ചിന്ത, അന്വേഷണം എന്നിവയെ വിലമതിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ മനോഭാവത്തെയാണ് സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത്. ഒരിക്കലും അന്ധവിശ്വാസങ്ങളിൽ ആഴ്ന്നു പോകാതെ യുവജനത മുന്നോട്ട് വരണം എന്ന അദ്ദേഹത്തിൻ്റെ ഒരു ആശയം, അതിനെയാണ് സയൻറ്റിഫിക് ടെമ്പർ എന്ന വേർഡ് കൊണ്ട് അദ്ദേഹം ആവിഷ്കരിച്ചിട്ടുള്ളത്. ജിജ്ഞാസ, സംശയം, തുറന്ന മനസ്സ്, വസ്തുനിഷ്ഠത, വിമർശനാത്മക ചിന്ത, വിശകലനം, വ്യവസ്ഥാപിതമായിട്ടുള്ള വിശ്വാസങ്ങളിൽ ചോദ്യം ചെയ്യൽ എന്നിവയെല്ലാമാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. ഒന്നുകൂടി പറയാം. ജിജ്ഞാസ, സംശയം, തുറന്ന മനസ്സ്, വസ്തുനിഷ്ഠത, വിമർശനാത്മക ചിന്ത, വിശകലനം, വ്യവസ്ഥാപിതമായിട്ടുള്ള വിശ്വാസങ്ങളിൽ ചോദ്യം ചെയ്യൽ. ഇതെല്ലാം നമുക്ക് ഇവിടെ ഈ ഇൻ്റർവ്യൂവിൽ ഇത് ചോദിക്കാനുള്ള ഒരു കാര്യം എനിക്ക് തോന്നിയത്, ഇപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാ പ്രത്യേകതകളും കാണുന്നത് കുട്ടികളിലാണ്. കുട്ടികൾ ഇപ്പോഴും ജിജ്ഞാസയുള്ളവരും സംശയങ്ങളുള്ളവരും തുറന്ന മനസ്സുള്ളവരും വസ്തുനിഷ്ഠമായിട്ട് ചിന്തിക്കുന്നവരും വ്യവസ്ഥാപിതമായിട്ടുള്ള വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്നവരാണ്. നമ്മളാണ് അവരിൽ ആ വിശ്വാസങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത്. അതിനാൽ തന്നെ സയൻറ്റിഫിക് ടെമ്പർ എന്നുള്ള പദം ഒരു പ്രൈമറി ടീച്ചർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കുട്ടികൾ ഒരുപാട് സംശയങ്ങളായിട്ട് നമ്മളുടെ അടുത്ത് എത്തുന്ന ആ സമയത്ത് നമ്മൾ അന്ധവിശ്വാസങ്ങളോ അതല്ലെങ്കിൽ മതപരമായ വിശ്വാസങ്ങളോ അടിച്ചേൽപ്പിക്കാതെ അവർക്ക് അവരുടെ മനസ്സിനെ ഫ്രീ ആയിട്ട് വിടാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യണം. ഭരണഘടനയിലും ഈ ശാസ്ത്രീയ മനോഭാവത്തെ വളർത്തിയെടുക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി പറയുന്നുണ്ട്. യുക്തിസഹവും പുരോഗമനവും ആയ സമൂഹം ഇതിലൂടെ ഉടലെടുക്കുമെന്ന് നെഹ്റുജി വിശ്വസിക്കുന്നു എന്നാണ് എനിക്കിതിലൂടെ മനസ്സിലായത്. അതായത് നമ്മുടെ കൈകളിലെത്തുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ അന്ധവിശ്വാസങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ അത്തരം അന്ധവിശ്വാസങ്ങൾക്കുള്ളിലേക്ക് വീഴാതിരിക്കാൻ നമ്മളാണ് ഹെൽപ്പ് ചെയ്യേണ്ടത്. അതിനാവശ്യമായൊരു സാഹചര്യം ഒരുക്കുകയും അതിനാവശ്യമായ
കഥകൾ മെനഞ്ഞെടുക്കാൻ നമുക്ക് കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ മക്കളെ ഞാൻ പഠിപ്പിക്കുന്ന പോലെ ഓരോ കുട്ടികളെയും, എൻ്റെ കയ്യിലെത്തുന്ന ഓരോ കുട്ടികളെയും ഞാൻ പഠിപ്പിക്കും എന്ന വിശ്വാസം എനിക്കുണ്ട്. ഒരിക്കലും അന്ധവിശ്വാസങ്ങളിൽ പെട്ട ഉഴലുന്ന ഒരു സമൂഹമാകരുത് നമുക്ക് മുൻപിൽ പുതുതായിട്ട് ഉണ്ടാകേണ്ടത്. ഇതെല്ലാമാണ് സയൻറ്റിഫിക് ടെമ്പർ എന്ന ഒരു ടോപ്പിക്കിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ കരുതുന്നു. അടുത്ത ടോപ്പിക്കല്ല, കുറച്ച് കാര്യങ്ങളാണ്. ഡയറക്ടറേറ്റ് ഓഫ് എഡ്യൂക്കേഷൻ, ജനറൽ എഡ്യൂക്കേഷൻ ഓഫീസ് എന്ന് പറയുന്നത് ഒരെണ്ണം മാത്രമേ നമ്മുടെ കേരളത്തിലുള്ളൂ. ഇതിനെപ്പറ്റി ചോദ്യം വന്നതുകൊണ്ട് മാത്രം അതിനെപ്പറ്റി എല്ലാം പറയുന്നുണ്ട്. ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഒന്ന് മാത്രമേ ഉള്ളൂ, കേരളത്തിൽ ഒന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷണൽ ഓഫീസ്, ഇത് 41 എണ്ണമാണ് ഉള്ളത്. അസിസ്റ്റന്റ് എഡ്യൂക്കേഷണൽ ഓഫീസുകളുടെ എണ്ണം എന്ന് പറയുന്നത് 163 അസിസ്റ്റന്റ് എഡ്യൂക്കേഷണൽ ഓഫീസ് 163. ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷണൽ ഓഫീസസ് എന്ന് പറയുന്നത് 14 എണ്ണവുമാണ്. ഓക്കെ, ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ ഒന്ന് മാത്രമേ ഉള്ളൂ, തിരുവനന്തപുരത്താണ്. പിന്നെ അതിന് താഴെ നിൽക്കുന്നത് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ ഓഫീസ്, അതിൻ്റെ എണ്ണം 14. അടുത്തത് ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസസ് 41 എണ്ണവും അസിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഓഫീസുകളുടെ എണ്ണം 163. ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. അതിൽ നിന്ന് ചോദ്യം വന്നു, ഇതിലെ ഏതോ ഒരു ചോദ്യം, എനിക്ക് തോന്നുന്നു ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസിൻ്റെ എണ്ണമാണെന്ന് തോന്നുന്നു ചോദിച്ചത്. അതിനാൽ തന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ എണ്ണം നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. മറ്റൊരു ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ടീച്ചർ മെയ്ഡ് ടെസ്റ്റും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡൈസ് ടെസ്റ്റും, ഇവ തമ്മിലുള്ളൊരു വ്യത്യാസം, അതിൽ പ്രൈമറി ക്ലാസ്സുകളിൽ ഏത് ടെസ്റ്റാണ് യൂസ്ഫുൾ ആയത് എന്നാണ്. പ്രൈമറി മാത്രമല്ല, UP ക്ലാസ്സുകളിലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ടീച്ചർ മെയ്ഡ് ടെസ്റ്റാണ്. അതിൻ്റെ കാരണങ്ങളും സ്റ്റാൻഡേർഡൈസ് ടെസ്റ്റ് എന്താണെന്നും ഞാൻ പറയാം. ടീച്ചർ മെയ്ഡ് എന്ന് പറയുന്നത് ടീച്ചർ നിർമ്മിക്കുന്ന ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടെസ്റ്റാണ്. ടീച്ചറാണ് ആ ടെസ്റ്റ് നിർമ്മിക്കുന്നത്. അത് ടീച്ചർ നിർമ്മിക്കുമ്പോൾ ക്ലാസ് മുറിക്കും കുട്ടികൾക്കും ഉചിതമായിട്ടുള്ള രീതിയിലായിരിക്കും ആ ടെസ്റ്റ് നിർമ്മിക്കുന്നത്. അതുപോലെ തന്നെ ടീച്ചർ കരിക്കുലത്തെയും ടീച്ചർ എടുത്ത ടീച്ചിങ് മെത്തേഡ് ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ളൊരു പരീക്ഷയായിരിക്കും ടീച്ചർ മെയ്ഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ. ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ടീച്ചർക്ക് അതിന് ടെസ്റ്റിൻ്റെ ഫോർമാറ്റ്, അതിൻ്റെ കണ്ടൻറ്റ് ഇതെല്ലാം ടീച്ചർക്ക് ഇഷ്ടം അനുസരിച്ച് ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെയാണ് ടൈം എന്നതും. കുട്ടികൾക്കനുസരിച്ച് ടീച്ചറുടെ താല്പര്യത്തിനനുസരിച്ച് ടൈമും ടീച്ചർക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഫീഡ്ബാക്ക്, ഈ ടെസ്റ്റിൻ്റെ ഫീഡ്ബാക്ക് വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കുമെന്നതാണ്. ഈ ഒരു എക്സാം കുട്ടികളുടെ അക്കാദമികമായിട്ടോ അല്ലെങ്കിൽ തുടർ പഠനത്തെയോ ബാധിക്കുന്ന ഒന്നേയല്ല. ടീച്ചർ ഒരു ടെസ്റ്റ് നടത്തുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഒരു ഓവറോൾ ഗ്രേഡിനെ, കുട്ടികളുടെ ഭാവിയെ ഇത് ബാധിക്കുന്നില്ല. എന്നാൽ ഇതിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് സ്റ്റാൻഡേർഡൈസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഡെവലപ്പ് ചെയ്യുന്നത് തന്നെ ടെസ്റ്റിംഗ് കമ്പനീസാണ്. സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഓർഗനൈസർ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ, അവരാണ് ഈ ഒരു ടെസ്റ്റ് രൂപീകരിക്കുന്നത്. ഈ ഒരു ടെസ്റ്റിലൂടെ കുട്ടികളുടെ നിലവാരം അനലൈസ് ചെയ്യുന്നതിന് വേണ്ടി വളരെ സ്റ്റാൻഡേർഡൈസ് ആയ രീതിയിലുള്ളൊരു ടെസ്റ്റാണ്. സ്റ്റാൻഡേർഡൈസ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ്, ഒരു കണ്ടൻറ്റ് എന്നിവ ഈ ടെസ്റ്റിനുണ്ടായിരിക്കും. കുട്ടികളുടെ തുടർ പഠനം അല്ലെങ്കിൽ പഠനഭാവി എല്ലാം ബാധിക്കുന്ന തരത്തിലുള്ള ഒരു ടെസ്റ്റാണ് സ്റ്റാൻഡേർഡൈസ് ടെസ്റ്റ് എന്നത്. ലാസ്റ്റത്തെ കാര്യം, വാല്യുവേഷൻ എന്നത്, ഈ സ്റ്റാൻഡേർഡൈസ് ടെസ്റ്റിൻ്റെ വാല്യുവേഷൻ സ്റ്റാൻഡേർഡൈസ് പ്രൊസീജിയറിലൂടെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ടേക്സ് ടൈം, കുറച്ചധികം സമയമെടുത്ത് റിസൾട്ട് വരുന്ന ഒന്നായിരിക്കും സ്റ്റാൻഡേർഡൈസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ 3 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. ടീച്ചർ മെയ്ഡ് ടെസ്റ്റ്, സ്റ്റാൻഡേർഡൈസ് ടെസ്റ്റ്, അതുപോലെ തന്നെ സയൻറ്റിഫിക് ടെമ്പർ എന്ന ആശയം. ഈ 3 ചോദ്യങ്ങളും തീർച്ചയായും അറിഞ്ഞു വയ്ക്കുക. ആവശ്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന പോയിന്റുകൾ നോട്ട് ചെയ്ത് വയ്ക്കുക. നല്ലൊരു ഇൻ്റർവ്യൂ നിങ്ങൾക്ക് ആശംസിക്കുന്നു. നന്ദി.